നമസ്കാരം. വളരെ കൗതുകകരമായിട്ടുള്ള വളരെയേറെ സന്തോഷകരമായിട്ടുള്ളതുമായ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കണ്ണൂരിലെ പ്രാപ്പോയിൽ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഒരു മലയോര പ്രദേശമാണ്, അവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. അവിടെ ദേവൻ്റെയോ ദേവിയുടെയോ ഒന്നുമല്ല പ്രതിഷ്ഠ, മറിച്ച് എന്താണ്, പുസ്തകമാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അത് വായിക്കാനായിട്ട് വരുന്ന ജനങ്ങളാണ്, വായനക്കാരാണ് അവിടുത്തെ ഭക്തർ. അതായത് 2021 ഈ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. പ്രാപ്പോയിൽ നാരായണൻ എന്ന് പറയുന്ന മഹത് വ്യക്തിയാണ് ഈ ക്ഷേത്രം അവിടെ സ്ഥാപിച്ചത്. വർഷത്തിൽ 2 പ്രാവശ്യം ഈ അമ്പലത്തിലെ, ഈ ക്ഷേത്രത്തിലെ, ഈ ദേവാലയത്തിൽ ഉത്സവമുണ്ട്, ഒക്ടോബർ ഏപ്രിൽ മാസങ്ങളിലായിട്ട്. അപ്പോൾ അവിടുത്തെ ഉത്സവ പരിപാടികൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ചർച്ചകൾ, സംവാദങ്ങൾ, കൂട്ടായ്മകൾ, മറ്റ് കലാസാഹിത്യ പരിപാടികൾ, എഴുത്ത്, വായന, ഇതൊക്കെയാണ് ഉത്സവത്തിൻ്റെ പ്രധാന ആചാരവും അനുഷ്ഠാനവും. ഇവിടെ താമസിക്കാനായിട്ട് വരുന്നവർക്ക് അവിടെ വന്ന് താമസിച്ചുകൊണ്ട് എഴുതാനും വായിക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. എല്ലാം വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അത് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ, നൂറുകണക്കിന് പുസ്തകങ്ങൾ, ഇഷ്ടംപോലെ പുസ്തകങ്ങളും ഒക്കെ അവിടത്തേക്ക് കാണിക്കയായി സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതാണ്ട് 8000-ലധികം പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് നവപുരം മതാതീത ദേവാലയം എന്നാണ് ഈ മഹത് ക്ഷേത്രത്തിൻ്റെ പേര്. കാരണം നമുക്കറിയാം, വായന എന്ന് പറയുന്നത് ഏറ്റവും നല്ല അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് വായന എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറിവാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നിട്ടുള്ള ഒരറിവാണ് നമ്മുടെ ഈ പ്രാപ്പോയിൽ നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെ ഒരു പുസ്തക ദേവാലയം, ഇങ്ങനെ ഒരു സരസ്വതി ക്ഷേത്രം സ്ഥാപിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അദ്ദേഹം എത്ര മഹാനാണല്ലേ! അറിവ് തന്നെയാണ് എല്ലാത്തിൻ്റെയും ആധാരം. അദ്ദേഹം എത്ര മഹത്തായിട്ട് ചിന്തിക്കുകയും അതിനുവേണ്ടി ഇത്രയും ഒരു വലിയ ഒരു പ്രയത്നം നടത്തുകയും ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തക ക്ഷേത്രം, പുസ്തകങ്ങൾക്ക് മാത്രമായിട്ടുള്ള ക്ഷേത്രം. നമുക്ക് അല്ലെങ്കിൽ തന്നെ അറിയാം, സ്കൂളുകൾ പോലും സരസ്വതി ക്ഷേത്രങ്ങളാണ്. അറിവ് എന്ന് പറയുന്നത്, അറിവ് എവിടെയാണോ അതെല്ലാം തന്നെ ക്ഷേത്രങ്ങളാണ്. അറിവിൻ്റെ കേന്ദ്രങ്ങളെല്ലാം തന്നെ ക്ഷേത്രങ്ങൾ തന്നെയാണ്, അതൊരു സംശയമില്ല. എങ്കിലും അദ്ദേഹം പുസ്തകങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരു ക്ഷേത്രവും അവിടെ ഉത്സവങ്ങളും ഒക്കെ എന്ന് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം അല്ലേ? അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവുന്നില്ല. ഈ ദേവാലയം ഇനിയും ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് അറിവിൻ്റെ വെളിച്ചം പടർത്തിക്കൊണ്ട് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.